الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ നാം അനുഷ്ഠിച്ചതായ നോമ്പുകളും നാം ചെയ്തതായ മുഴുവൻ സുഹൃത്തുക്കളും അല്ലാഹു സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. عن يزيد بن سلمة الجعفي رضي الله عنه قال: قلت يا رسول الله صلى الله عليه وسلم إني قد سمعت منك حديثا كثيرا أخاف أن ينسي أوله آخره فحدثني بكلمة تكون جماعا قال اتق الله فيما تعلم. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളോട് യസീദ് ബിനു സലമ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു, നബിയെ, ഞാൻ തങ്ങളിൽ നിന്നും ഒരുപാട് ഹദീസുകൾ കേട്ടു. പരിശുദ്ധമായ റമളാൻ 1 മുതൽ സുബഹിക്ക് ശേഷം ഇതുപോലെ അൽഹംദുലില്ലാഹ് നമ്മൾ ഓരോ ദിവസവും ചെറിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതായ നിലയിലുള്ള ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്കും ഇതുപോലെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേട്ടു നബിയെ, പക്ഷേ ഓരോ ഹദീസ് കേൾക്കുമ്പോഴും അതിന് മുമ്പുള്ളത് ഞാനൊക്കെ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ മറന്നു പോകുമോ എന്നെനിക്ക് വല്ലാത്ത ഭയവുമുണ്ട് നബിയെ. അതുകൊണ്ട് സാരസമ്പൂർണമായ ഒരു ഉപദേശം എനിക്ക് നൽകണം എന്ന് ബഹുമാനപ്പെട്ട യസീദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖില്ലാഹ ഫീമാ തഅലമു. നിനക്ക് അറിവുള്ള കാര്യങ്ങളിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള അറിവനുസരിച്ച് നീ അമൽ ചെയ്യുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പടച്ച റബ്ബിനോട് ചോദിച്ചിരുന്നത്, അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅ. റബ്ബേ, നാഫിആയ ഇൽമ്, പ്രയോജനം ചെയ്യുന്ന ഇൽമ് എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്, എന്നാൽ കേവലം അറിവ് പഠിച്ചു വെച്ചിട്ട് നമുക്ക് യാതൊരുവിധ പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. മറിച്ച് അത് നാഫിആയി മാറണം. നാഫിഅ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഇൽമാക്കി മാറിയാലേ നമുക്ക് ആ ഒരു ഇൽമു കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമുള്ളൂ. ഉദാഹരണം പറയുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയണമെന്ന് നമുക്കറിയും. കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദുആ, ഇറങ്ങുമ്പോഴുള്ള ദുആ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആ, ഇതൊക്കെ ഒരു പക്ഷെ നമുക്കറിയാം. പക്ഷെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ച് ഉള്ള ഇൽമു നാഫി അല്ല. ആ ഇൽമു കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഒരാൾ ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട വാക്കിന് ശേഷമുള്ള ദുആ, ഇങ്ങനെ ഓരോ ദുആകളും കൃത്യമായി ഓട്ടോമാറ്റിക് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. എന്നാൽ ആ ഇൽമിനാണ് പ്രയോജനം ചെയ്യുന്ന ഇൽമു. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണന കിട്ടുന്ന ഇൽമു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേൾക്കുന്ന അറിവനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹദീസുകൾ മറന്നു പോകില്ല എന്ന് ബഹുമാനപ്പെട്ട യസീദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. വേറൊരു ഹദീസ് عن أبي برزة الأسلمي رضي الله عنه قال
قال رسول الله صلى الله عليه وسلم لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفناه وعن علمه فيما فعل وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما عمله. ബഹുമാനപ്പെട്ട അബൂ ബർസ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ നാളിൽ ഒരു അടിമയുടെ കാലും അനക്കാൻ കഴിയൂല അല്ലാഹുവിന്റെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞാലല്ലാതെ രണ്ട് കാലുകൾ ചവിട്ടിയ ഭാഗത്ത് നിന്ന് അനക്കാൻ കഴിയൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ചോദ്യം അൻ ഉംരിഹി ഫീമാ അഫ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് 60 70 അതല്ലെങ്കിൽ 50 വർഷം ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം നൽകി. ഈ ആയുസ്സിനെ എന്ത് ജോലിയിലാണ് നീ ചെലവഴിച്ചത് എന്ന് അല്ലാഹു ചോദിക്കും. ഇതിന് വ്യക്തമായി മറുപടി പറഞ്ഞാലല്ലാതെ കാലുകൾ അനക്കാൻ കഴിയൂല. രണ്ടാമത് അല്ലാഹു ചോദിക്കുന്നത് ഇൽമുണ്ടായിരുന്നു, അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു. നോക്കിലോ ആളുണ്ട്, യൂട്യൂബുകളിൽ വാദമുണ്ട്, യഥാർത്ഥമായ വാദം കേൾക്കുമ്പോൾ യൂട്യൂബിൽ കാണുന്നത് കേൾക്കുന്നതുമായ വാദം കേൾക്കാൻ നിൽക്കരുത്. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴൊരു മസാലയാക്കിയിട്ടുണ്ട്. പെരുന്നാൾ സുദിനത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ച ചുമയ്ക്ക് പോകാനാണ് നിങ്ങൾ കണ്ടിരുന്നത്. മുമ്പാകാലം കണ്ടിട്ടുണ്ടാകും. ഈ വർഷം 2026 പുതിയ വയസ്സിലാണ് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഹദീസ് ഉണ്ട്, എങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ വളരെ ദൂരത്ത് മലച്ചെരുവിൽ താമസിച്ചിരുന്ന ചില ആളുകളുണ്ട്. അന്ന് ഇതുപോലെ വാഹനങ്ങളോ ബൈക്കോ കാറോ ഒന്നും തന്നെ ഇല്ല. അവര് പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് ജുമയ്ക്ക് വരുമ്പം സമയം അവരുമായി പോകും. അതുകൊണ്ടിട്ടാണ് റസൂൽ കൊടുത്ത റൂസയാണ്. നമ്മളെ കാലഘട്ടത്തിലോ നമുക്കോ പറ്റിയിട്ടുള്ള ഹദീസൊന്നുമല്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമാ നിസ്കാരം ഫർളാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ചോദിക്കും, നിന്റെ ഇൽമ ഏത് വഴിയിലാണ് നീ ചിലവഴിച്ചത്, നിന്റെ ഇൽമനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. മൂന്നാമത് അല്ലാഹു ചോദിക്കുന്നത്, നിന്റെ ധനം നീ എങ്ങനെ സമ്പാദിച്ചു, ഈ ധനത്തിന് നീ ഏത് വഴിയിൽ ചിലവഴിച്ചു. ഈ ചോദ്യം പടച്ചവർക്ക് ചോദിക്കും. പിന്നീട് അല്ലാഹു ചോദിക്കുന്നത്, നിന്റെ ശരീരത്തിന് നീ ഏത് കാര്യത്തിനായിട്ടാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. ഇങ്ങനെ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ ഒരു അടിമയ്ക്കും 2 കാലുകൾ അവിടെ നനക്കാൻ കഴിയുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറയുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിനെ പരിവർത്തനപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ ഇന്ന് രാത്രി നിലാവ് കണ്ടാൽ നാളെ പെരുന്നാളായിരിക്കും. അല്ലാഹു എന്നിരുന്നാലും നമുക്കൊക്കെയും 30 പൂർത്തീകരിച്ച് നൽകട്ടെ. വിദേശങ്ങളിലൊക്കെയും 30 പൂർത്തിയാക്കി അവർക്ക് നാളെ വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇന്നും അവരിയോടുകൂടി നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാകാതിരിക്കാൻ ഇന്നത്തെ ദിവസം എല്ലാവരും ദുആ ചെയ്യുക. എന്താണ് റബ്ബിന്റെ ഖളാ നമുക്കറിയില്ല, എന്നാലും അടച്ച റബ്ബിനോട് നമുക്ക് ചോദിക്കാം, അല്ലാഹുവേ ഈ പരിശുദ്ധമായ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാക്കല്ലേ റബ്ബേ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.